അഥവാ രസതന്ത്രം, രസിപ്പിക്കുന്ന തന്ത്രം. നമ്മൾ രസമുളവാക്കുന്ന ഒരു തന്ത്രമല്ല അല്ലേ, ഒരു ശാസ്ത്രശാഖയാണ് രസതന്ത്രം. മാത്രമല്ല, സയൻസിന്റെ ഏത് ബ്രാഞ്ചായാലും നമുക്കൊരു ചൊല്ലുണ്ട്, സയൻസ് ഈസ് ലേണിംഗ് ബൈ ഡൂയിങ്. പരീക്ഷണങ്ങൾ ചെയ്ത് പഠിക്കേണ്ട ഒന്നാണ് ശാസ്ത്രം, ചുമ്മാ കാണാതെ പഠിക്കാനുള്ള ഒന്നല്ല ശാസ്ത്രം. ഇനി അധ്യാപകരെ സംബന്ധിച്ചും പരീക്ഷണങ്ങൾ കാണിച്ചു കൊടുത്താണ് പഠിപ്പിക്കുന്നതെങ്കിൽ പ്രിയ അധ്യാപകരെ, നിങ്ങളൊന്നും പഠിപ്പിക്കേണ്ട. പരീക്ഷ കാണിച്ചിട്ട് ചില ചെറു ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രം മതി. അവർ ഉത്തരം ഇങ്ങോട്ട് പറയും, അതവരെ മനസ്സിൽ എന്നും നിൽക്കുകയും ചെയ്യും. അവിടെ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങും കൺസ്ട്രക്റ്റീവ്സും 100% നടക്കും. പഠിപ്പിക്കാൻ സമയം ലാഭമാണ്. ഒരു അരമണിക്കൂറെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം പരീക്ഷണത്തിലൂടെ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ലഘു ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടികളെ കൊണ്ട് ഉത്തരം ഇങ്ങോട്ട് പറയിപ്പിച്ച് നിങ്ങൾക്ക് വിജയിപ്പിക്കാം. പരീക്ഷണങ്ങളിലൂടെ പഠിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളും വീട്ടിലൊരു കുഞ്ഞ് ലാബ് സെറ്റ് ചെയ്യൂ. വിചാരിക്കും 1000കണക്കിനോ 10000കണക്കിനോ രൂപ വേണ്ടേ? സാധിക്കുമോ? സാധിക്കും. നിങ്ങളൊരു കൊച്ചു കുപ്പിയിൽ ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് സൂക്ഷിച്ചാൽ അതൊരു ആസിഡായി, സിട്രിക് ആസിഡ്. ഒരു പുളി പിഴിഞ്ഞൊഴിച്ച് വെച്ചാൽ അതൊരു ആസിഡായി, ടാർട്ടാറിക് ആസിഡായി. അല്പം ചുണ്ണാമ്പ് കലക്കി വെച്ചിരുന്നാൽ ഒരു ബേസ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ബേസായി. ചെമ്പരത്തിപ്പൂ വെള്ള പേപ്പറിൽ തേച്ച് ഉണക്കി വെച്ചിരുന്നാൽ ലിറ്റ്മസ് പേപ്പറായി. എന്താ, ഒരു കുഞ്ഞ് ലാബ് നിങ്ങൾക്ക് വീട്ടിലും സെറ്റ് ചെയ്തുകൂടെ? ഉണരൂ, പ്രവർത്തിക്കൂ. വീട്ടിലും ഒരു കുഞ്ഞ് ലാബ് ഉണ്ടാക്കും. 1-2 പരീക്ഷണ പ്രവർത്തനങ്ങൾ ഞാൻ കാണിക്കും. നമ്മളെപ്പോഴും പഠിപ്പിക്കുന്ന ഒന്നാണ് ഫിനോഫ്താലിൻ. ഒരു ഇൻഡിക്കേറ്ററാണ്. എല്ലാ ബേസ് കലർന്ന ലായനികൾക്കും പിങ്ക് നിറം കൊടുക്കുന്ന ഒന്നാണ്. ഇത് അധ്യാപകർ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കേണ്ട ഒന്നല്ല. പകരം ഇങ്ങനെ ചെയ്ത് നോക്കൂ. ഒരു ഗ്ലാസ് എടുക്കൂ. ടെസ്റ്റ് ട്യൂബൊന്നും വാങ്ങാൻ പോണ്ട. ഒരു ഗ്ലാസ്, കുപ്പി ഗ്ലാസ് മതി. ഒരു പഴയ ഇതുപോലത്തെ ഒരു കുപ്പിയായാലും മതി, പഴയ കുപ്പിയായാലും മതി. ഇങ്ങനെ ചിലവ് കുറയ്ക്കൂ. ഒരല്പം സോഡിയം ഹൈഡ്രോക്സൈഡ് വെള്ളത്തിലോട്ട്, സോഡിയം ഹൈഡ്രോക്സൈഡാണെങ്കിൽ വിലയ്ക്ക് വാങ്ങേണ്ടി വരും. നിങ്ങളല്പം ചുണ്ണാമ്പ് വാങ്ങിക്കും, അത് വെള്ളത്തിൽ കലക്കി എടുക്കും. നിങ്ങൾക്ക് ഒന്നാന്തരം ഒരു ബേസിക് ലൈനിങ്, ഒരു ബേസ് ലൈന് ആയി. നമ്മൾ പഠിക്കുന്നു ഏത് ബേസിലും ഫിനോഫ്താലിൻ ചേർത്താൽ പിങ്ക് നിറം വരും. അത് പറഞ്ഞു കൊടുക്കണ്ട, പകരം പറയണം ഇതെന്താണ് ഞാൻ ചേർത്തത്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. അടുത്ത ചോദിക്കും ഇത് ബേസാണോ ആസിഡാണോ? കുട്ടികൾ പറയും ബേസാണ്. ഇത് ഫിനോഫ്താലിനാണ്. ഞാൻ ഒരു തുള്ളി ഒഴിക്കുന്നു. എന്ത് നിറം വരുമെന്ന് ചോദിക്കൂ. കുട്ടി പറയും പിങ്ക് നിറം വന്നു. ഇങ്ങനെ 2-3 ബേസുകൾ ആവർത്തിക്കൂ. ഇനി ചോദിക്കൂ എന്താണ് ബേസുകളുടെ ഒരു പൊതു സ്വഭാവം? അവരിങ്ങോട്ട് പറയും ഫിനോഫ്താലിൻ കലർത്തിയാൽ പിങ്ക് നിറം വരും. ഇനി അപ്പോൾ അടുത്ത നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാം, ഒരു ലായനി തന്നിരിക്കുന്നു, അത് ബേസാണോ എന്ന് എങ്ങനെ അറിയാം? അപ്പോൾ അവർ നിങ്ങളോട് പറയും ഫിനോഫ്താലിൻ ചേർത്താൽ അതിൽ പിങ്ക് നിറം വരും. ഇങ്ങനെ പ്രവർത്തനത്തിൽ ഊന്നി പഠിപ്പിക്കൂ. ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഒന്നാണ് നിർവീരീകരണം അഥവാ ന്യൂട്രലൈസേഷൻ. നമ്മൾ പാടുപെട്ട് ഇക്വേഷനൊക്കെ ബോർഡിൽ എഴുതി ബേസിലെ ഹൈഡ്രോക്സൈഡിനെ ആസിഡിലെ എച്ച് പ്രവർത്തിച്ച് വെള്ളമാക്കി മാറ്റി, അത് ആസിഡ് വല്ല ബേസ് വല്ലാതാക്കി മാറ്റി ന്യൂട്രലൈസേഷൻ നടക്കും. ഒക്കെ എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തോളൂ. അതിനുമുമ്പ് നിങ്ങൾക്ക് ചോദിക്കാം ഇതെന്താണ്? ഒരു ബേസാണ്. എങ്ങനെ അറിയാം ബേസ്? ഫിനോഫ്താലിൻ കലർത്തിയിരിക്കുന്ന പിങ്ക് നിറമുണ്ട്. ഇനി ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുക്കൂ. അതിലോട്ട് ഏതെങ്കിലും ആസിഡ് ഒഴിക്കൂ. ഇതിപ്പോൾ സൾഫ്യൂരിക് ആസിഡാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡോ നൈട്രിക് ആസിഡോ ആവും. ഒരു കാര്യം സൂക്ഷിക്കണേ, ഡൈല്യൂട്ട് ആസിഡാണ് ഉപയോഗിക്കേണ്ടത്. വെള്ളത്തിലോട്ട് ആസിഡ് ഒഴിക്കാവൂ. വെള്ളം ആസിഡിലോട്ട് ഒഴിച്ചാൽ ആസിഡ് 4 പാടും ചതുരത്തെറിച്ച് അപകടം ഉണ്ടാവും. മുറ്റത്തൊരു ആംബുലൻസ് കൂടെ ഉണ്ടെങ്കിൽ വെള്ളം ആസിഡിലോട്ട് ചേർക്കാം. ഇല്ല, മുറ്റത്ത് ആംബുലൻസ് ഇല്ലെങ്കിൽ ആസിഡ് വെള്ളത്തിലോട്ട് ചേർക്കാം. ഇങ്ങനെ ആസിഡ് എടുത്ത് വെള്ളത്തിലോട്ട് ഒഴിക്കൂ. ഇതാ നേർപ്പിച്ച ഡൈല്യൂട്ട് ആസിഡായി. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡാണ്. ഒന്ന് നന്നായിട്ട് ഇളക്കിക്കോളൂ. ഇങ്ങനെ കുപ്പി വേണമെങ്കിൽ കുട്ടികൾക്കൊന്ന് തോടാൻ കൊടുക്കണം. ഈ ഭാഗത്ത് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ആസിഡ് വെള്ളമായിട്ട് ചേർത്തപ്പോൾ ഉണ്ടായ ചൂടാണ്. ആ വെള്ളം അതിനെ തണുപ്പിച്ചിട്ട് പോലും ചൂടുണ്ട്. അപ്പോൾ വെള്ളം എടുത്ത് ആസിഡിലോട്ട് ഒഴിച്ചിരുന്നെങ്കിലോ ആ ചൂടിനെ തണുപ്പിക്കാൻ വേറൊന്നുമില്ല. ആ ചൂടുകൊണ്ട് ആസിഡ് 4 പാടും ചെറുതെറിച്ചേനെ. ഈ കുപ്പിയൊക്കെ കുട്ടിയൊക്കെ തൊടാനൊക്കെ കൊടുക്കണം. അല്ല ചൂടുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടില്ല. തൊട്ട് നോക്കി മനസ്സിലാക്കണം. ഇനി ഈ ആസിഡ് എടുത്ത് ഈ ബേസ് സൊല്യൂഷനോട്ട് ഒഴിക്കുന്നു, ഇളക്കുന്നു. ഒന്നും സംഭവിച്ചില്ല.
അല്പം കൂടെ ആസിഡ് ഒഴിക്കുന്നു, നിറം പോയി. ഇപ്പോൾ അതിന് ബേസ് സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ആസിഡിൻ്റെ ബേസിൻ്റെ സ്വഭാവമില്ലാത്ത ഒരു ലായനി ചേർക്കുന്നതാണ് നിർവീകരണ പ്രവർത്തനം. അവിടെ ഇനി പറയാം H+OH- അയണുകൾ നിർവീകരണം നടത്തുന്നു എന്ന് പറയാം. ഇനി വേണമെങ്കിൽ ഇതിൽ വീണ്ടും പരീക്ഷാർത്ഥം കാൽസ്യം ഹൈഡ്രോക്സൈഡോ സോഡിയം ഹൈഡ്രോക്സൈഡോ ഇട്ട് ഇളക്കി നോക്കൂ. തിരിച്ചു വന്ന് പിങ്ക് നിറം. ഇതാ പിങ്ക് നിറം തിരിച്ചു വരുന്നു. കാരണം ഇപ്പോൾ ബേസിൻ്റെ അളവ് കൂടുതലാണ്. ഇപ്പോൾ ഇത് ന്യൂട്രലല്ല. ഇനി വീണ്ടും ആസിഡ് ചേർത്ത് ഇളക്കൂ. ആ ബേസിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുന്നു, വീണ്ടും ന്യൂട്രലായി. ഇങ്ങനെ നിങ്ങൾക്ക് വീണ്ടും ബേസ് ചേർത്ത് ഇപ്പോഴും പിങ്ക് നിറത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് ന്യൂട്രലായിട്ടില്ല. അതുകൊണ്ട് അല്പം കൂടി ആസിഡ് ചേർക്കുന്നു. ഇതിന് വേണമെങ്കിൽ പല പ്രാവശ്യം നിങ്ങൾക്ക് ആവർത്തിച്ചു കൊടുക്കാം. ഈ നിറങ്ങളുടെ മാറ്റമൊക്കെ കുട്ടികളിൽ രസമുണ്ടാക്കും. അങ്ങനെ കുട്ടികൾക്കൊരു രസമുണ്ടാകട്ടെ, അവർ പഠിച്ച് രസിക്കട്ടെ, രസിച്ച് പഠിക്കട്ടെ. ഇനി നിങ്ങൾക്ക് പറയാം, മാങ്ങയിലൊക്കെ പിഞ്ചു മാങ്ങയിലൊക്കെ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത്. പൊടിച്ച് പിഞ്ചു മാങ്ങയിൽ വെതറി വെള്ളം തളിച്ചിട്ടിരുന്നാൽ ഈ കാൽസ്യം കാർബൈഡ് ആ മാങ്ങയെ പഴുപ്പിച്ചത് കണ്ടാൽ നമുക്കറിയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്താൽ മതി, അവർ ഇതിൽ വെള്ളവും ചേർക്കുന്നുണ്ട്, അവിടെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. ആ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ ഫിനോഫ്താലിൻ നല്ലവണ്ണം വെള്ളത്തിൽ കലർത്തി നേർപ്പിച്ചിട്ടൊരു കുപ്പിയിൽ കൊണ്ടുപോകും. വിൽക്കാൻ വെച്ചിരിക്കുന്ന മാമ്പഴത്തിൽ ഒരെണ്ണം എടുത്ത് ഈ നേർപ്പിച്ച ഫിനോഫ്താലിൻ ലയനിച്ച് ആ പ്രതലത്തിലൊന്ന് പുരട്ടി നോക്കൂ. പിങ്ക് കളർ കണ്ടാൽ ആ മാങ്ങ വാങ്ങരുത്, കണ്ടില്ലെങ്കിൽ വാങ്ങാം. കാൽസ്യം കാർബൈഡ് എന്ന വിഷവസ്തുവാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത് കൊടിയ വിഷമാണ്. ഇത് വെള്ളവുമായിട്ട് ചേർന്ന് അസെറ്റിൽ നിന്നൊരു ഗ്യാസ് ഉണ്ടാക്കും. ആ ഗ്യാസാണ് മാങ്ങയെ പഴുപ്പിക്കുന്നത്. ബട്ട് ഈ കാൽസ്യം കാർബൈഡിൻ്റെ അംശം മാങ്ങയെ കലർന്ന് മാങ്ങയെ വിഷമാക്കും. പക്ഷേ ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് പറ്റിപ്പിടിച്ചിരിക്കുന്നത്, ഇവിടെ കാൽസ്യം കാർബൈഡും വെള്ളവും ചേർന്നുണ്ടാവുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് മാങ്ങ നമുക്ക് തിരിച്ചറിയാം. എന്താ, ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ച് കത്തിച്ച് കാണിച്ചു തരാം. ഇതിൽ വെള്ളം ഒഴിക്കുന്നു. ഫിനോഫ്താലിൻ കലർത്ത വെള്ളമാണ് ഒഴിച്ചത്. അസെറ്റിൻ ഗ്യാസ് ഉള്ളതുകൊണ്ടാണ് കത്തുന്നത്. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നു. ഇതാ ഇവിടെ ഉണ്ടായ അസെറ്റിൻ ഗ്യാസാണ് മാങ്ങയെ പഴുപ്പിച്ചത്. കണ്ടോ, ലായനിക്കൊരു ചെറിയ പിങ്ക് നിറമില്ലേ? ഈ ഫിനോഫ്താലിൻ നിങ്ങൾ മാങ്ങയുടെ പ്രതലത്തിൽ പുരട്ടിയാൽ ഇതുപോലെ നിറം കണ്ടാൽ ആ മാങ്ങ വാങ്ങരുത്, അത് വിഷമാണ്. ഇങ്ങനെ സയൻസ് വെറുതെ പഠിച്ചുകൊണ്ട് കാര്യമില്ല, അത് ജീവിതത്തെ പ്രയോഗിക്കണം. അതിനാണ് സയൻസ് പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനല്ല സയൻസ് പഠിക്കുന്നത്. ജീവിതത്തെ പ്രയോഗിച്ച് ജീവിത പ്രശ്നങ്ങളെ നേരിടാനാണ്. നമ്മളെല്ലാം പഠിക്കുന്ന ഒന്നാണ്, സോഡിയം എടുത്ത് വെള്ളത്തിലിട്ടാൽ അതൊരു വെള്ളി മുത്ത് പോലെ ഓടി നടക്കും. ഇത് പലപ്പോഴും പറഞ്ഞു കൊടുത്ത കുട്ടികൾ കാണാതെ പഠിക്കണം. എന്തിനാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്? നമുക്ക് കൺസ്ട്രക്റ്റിവിസം പ്രയോഗിക്കാം. ഒരു തട്ടത്തിൽ വെള്ളം എടുക്കുക, ഗ്ലാസ് ട്രഫ് വേണ്ട കേട്ടോ. ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഗ്ലാസ് ട്രഫിന് പ്രശ്നമൊക്കെ ഉണ്ടാവും. സ്റ്റീൽ തട്ടമാണ് ഉചിതം. വെള്ളം എടുക്കുക, അവിടെ സോഡിയം വെള്ളമായിട്ട് പ്രവർത്തിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും, ഹൈഡ്രജൻ ഉണ്ടാവും. ഒരുപാട് ചൂടുണ്ടാവുന്ന കാരണം സോഡിയം ഉരുകി വെള്ളിമുത്ത് പോലെ ആകും. ഇതാ പഠിപ്പിക്കുന്നത്. അവിടെ ഉണ്ടായ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൽക്കലിയാണെന്ന് അറിയണ്ടേ? അതിനുവേണ്ടി വെള്ളത്തിൽ 1-2 തുള്ളി ഫിനോഫ്താലിൻ ചേർത്തേക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കോളൂ. ആ ഫിനോഫ്താലിൻ വെള്ളത്തിൽ എല്ലായിടവും കലരട്ടെ. ഇനി സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോടെ, ഈ പരീക്ഷണം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. ഇതൊരിക്കലും വിദ്യാർത്ഥികളെ ചെയ്യാൻ അനുവദിക്കരുത്. ഇത് അധ്യാപകർ ചെയ്ത് കാണിച്ചു കൊടുക്കുക മാത്രമേ ആകാവൂ. അല്പം ജാഗ്രത പുലർത്തേണ്ട പരീക്ഷണമാണ്. മണ്ണെണ്ണയിലാണ് സോഡിയം ഇട്ടിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ എയറിൻ്റെ മോയ്സ്ചറായിട്ട് റിയാക്ട് ചെയ്ത് ചൂടുണ്ടായി തീ പിടിച്ച് പൊട്ടിത്തെറിക്കും. അത് ഒഴിവാക്കാനാണിത്. ഒരു കഷ്ണം സോഡിയം എടുക്കുന്നു. ഇത്രയും വലിയ കഷ്ണമൊക്കെ ഇട്ടാൽ ഒരു വലിയ സ്ഫോടനം ഉറപ്പാണ്. കൈ കൊണ്ട് തൊടണ്ട, കാരണം കയ്യിലെ മോയ്സ്ചറായിട്ട് റിയാക്ട് ചെയ്ത് ചൂടുണ്ടായി കൈ കൊള്ളും. പിന്നെ കൈ കൊണ്ട് തൊട്ടേ പറ്റുള്ളൂ. നിർബന്ധമാണെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് തൊടുക. കാരണം വലത്തെ കൈ പൊള്ളിയാൽ 2 ആഴ്ചത്തേക്ക് കൈ ഉപയോഗിക്കാൻ പറ്റില്ല എഴുതാനൊക്കെ. ഞാൻ അതുകൊണ്ടാണ് കൈ കൊണ്ട് തൊടുന്നില്ല. ഒരു കത്തിരി കൊണ്ട് മുറിക്കാൻ പറ്റിയ സോഫ്റ്റ് മെറ്റലാണ് സോഡിയം. ഒരു ബ്ലേഡ് കൊണ്ട് പോലും മുറിക്കാൻ പറ്റും. അതുകൊണ്ടോ മുറിച്ച് ഞാൻ എത്രത്തോളം ചെറുതാക്കണം എന്ന് കണ്ടോ? ഈ ചെറിയ കഷ്ണം പോലും പൊട്ടിത്തെറിക്കും. അത്രയ്ക്ക് ചെറിയ കഷ്ണമാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞ് ഇത് കുട്ടികൾ ചെയ്യേണ്ട. ഇത്രയും ചെറിയൊരു കഷ്ണം എടുത്ത് ഞാൻ വെള്ളത്തിലോട്ടിടുന്നു. നോക്കൂ, വലിയ മുത്ത് പോലെ ഓടി നടക്കുന്നില്ലേ? സൈഡിൽ നിന്ന് ഒട്ടിപ്പിടിച്ചാൽ അവിടെ നിന്ന് പോവും.
ഈ സോഡിയം വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി. അതൊരു ബേസ് ആണ്, ആൽക്കലിയുമാണ്. അതുകൊണ്ടാണ് ഈ പിങ്ക് നിറം വന്നത്. ആ സോഡിയവും വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരുപാട് ഹീറ്റ് കൊണ്ടുപോയി. ആ ഹീറ്റ് കാരണം സോഡിയം ഉരുകി സർഫസ് ടെൻഷൻ കാരണം മുത്തുപോലെയായി, വെള്ളിമുത്ത് പോലെ വന്നു. ഇത് ഓടി നടന്നത് കാരണം ഹീറ്റ് പലയിടത്തായിട്ട് അങ്ങ് ചെതറി പോവുകയാണ്. ഇനി ഞാൻ കഷ്ണം പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ സോഡിയം ബേസ് വെച്ചിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരു സ്ഥലത്ത് തന്നെ ഹീറ്റ് മോചിപ്പിക്കപ്പെടും. ഇതാ ഒരു വെള്ളിമുത്തായി നന്നായിട്ട് ഇപ്പോൾ കാണാൻ പറ്റി. ഒരേ സ്ഥലത്തായതുകൊണ്ട് അവിടെ തന്നെ നിന്ന് ചൂട് കൂടി അത് തീ പിടിക്കുകയും ചെയ്തു. ഇവിടെ സോഡിയം വെള്ളവുമായിട്ട് പ്രവർത്തിച്ചുണ്ടായ ഹൈഡ്രജൻ എന്നൊരു ഗ്യാസ് അവിടെ ഉണ്ട്, നമ്മൾ കാണുന്നില്ല. പക്ഷെ അവിടെ ഉണ്ടായ ഒരുപാട് താപം കാരണം ആ ഹൈഡ്രജൻ ചൂടാവുകയും ആ താപനില ക്രമാതീതമായിട്ട് ഉയർന്നു, കാരണം ഒരേ സ്ഥലത്ത് നിന്ന് ഹീറ്റ് ലിബറേറ്റ് ചെയ്ത്, അതുകൊണ്ട് ഒരുപാട് ചൂടുണ്ടായി ഹൈഡ്രജൻ തീ പിടിക്കുകയും ചെയ്തു. ഇത് നമ്മൾ ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പറയുന്ന ഒരു തെറ്റും കൂടിയാണ്. നമ്മൾ പറഞ്ഞു മെഴുതിരി കത്തിച്ചു, വിളക്ക് കത്തിച്ചു, നമ്മളൊന്നും കത്തിക്കുന്നില്ല. ഏത് പദാർത്ഥവും ചൂടായി ഒരു പ്രത്യേക പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയാൽ വസ്തു സ്വയം തീ പിടിക്കും. ആ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ, ജ്വലന താപനില. ഇവിടെ ഞാനൊന്നും തീയൊന്നും കാണിച്ചില്ലല്ലോ. അവിടെ ഉണ്ടായ ഹീറ്റ് കാരണം ഹൈഡ്രജൻ തീ പിടിക്കാൻ ആവശ്യമായ ടെമ്പറേച്ചർ എത്തി, ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ, ജ്വലന താപനില എത്തി, അത് സ്വയം തീ പിടിച്ചു. നമ്മളൊരു വിളക്ക് കൊളുത്താൻ ചെയ്യുമ്പോൾ തീപ്പൊട്ടിക്കുള്ളിലെ തീ കാണിക്കുമ്പോൾ കത്തിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ കാണിക്കുന്ന ഫ്ലെയിം കാരണം ആ തിരിയുടെയും എണ്ണയുടെയും താപനില ടെമ്പറേച്ചർ കൂടി കത്താൻ ആവശ്യമായ ടെമ്പറേച്ചർ എത്തുമ്പോൾ തീ സ്വയം വരികയാണ്. നമ്മൾ കത്തിച്ചല്ല, അത് സ്വയം കത്തിയതാണ്. അപ്പം അങ്ങനത്തെ തെറ്റൊക്കെ ഒഴിവാക്കാനും കൂടെ ഇത്തരം പരീക്ഷണങ്ങൾ നിങ്ങളെ സഹായിക്കും. ഇങ്ങനെ പരമാവധി പരീക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്ത് ഇവിടെ തന്നെ ഞാൻ കണ്ടു, അവിടെ ഞാൻ സോഡിയം ഇട്ട് വെള്ളത്തിൽ, ഇനി ക്ലാസ്സിലാണെങ്കിൽ ചോദിച്ചാൽ മതി, സോഡിയം വെള്ളത്തിലിട്ടാൽ നിങ്ങൾ ആ സോഡിയത്തിന് എന്ത് മാറ്റം നിരീക്ഷിക്കും? അവർക്ക് പറയാൻ പറ്റും ഒരു വലിയ മുത്തു പോലെ ഓടി നടക്കുന്നു. ഇവിടെ ഉണ്ടായ പ്രോഡക്റ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും, കാരണം കണ്ടാൽ അറിയാൻ പറ്റില്ല. ബട്ട് അത് ബേസാണോ എന്ന് നമുക്ക് ചോദിക്കാം, കാരണം ഫിനോഫ്താലിൻ ചേർത്ത്. അതുകൊണ്ട് ബേസാണോ എന്ന് നമുക്ക് ചോദിക്കാം. ആ വെള്ളി മുത്തുപോലാവുന്ന ആരെയൊക്കെ കുട്ടി ഇങ്ങോട്ട് പറഞ്ഞു തരും. ഇനി ഇത് വെച്ച് ന്യൂട്രലൈസേഷൻ പഠിപ്പിക്കാം. നേരത്തെ ഉണ്ടാക്കിയ നേരത്തെ ആസിഡ് ഇരിക്കുന്നു, ഞാൻ ഒഴിച്ചു, ഇളക്കി. ചെറിയ പിങ്ക് നിറം എപ്പോഴും ഉണ്ട്. അല്പം കൂടി ആസിഡ് ചേർക്കുന്നു, നന്നായിട്ട് ഇളക്കും. ഇതാ നിറം പോയി. ഇവിടെ ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് നിർവീരീകരണം നടത്തി ന്യൂട്രലൈസേഷൻ. ഈ ഇവിടെ ഉണ്ടാക്കിയ നമുക്ക് ആവശ്യമില്ലാതിരുന്ന ഒരു ഉൽപ്പന്നം ഇങ്ങനെ ആവശ്യമുള്ള ഒന്നാക്കി നമുക്ക് മാറ്റാം. ഇവിടെ ഉണ്ടായത് സോഡിയം സൾഫേറ്റ് ആണ്. സോഡിയം സൾഫേറ്റ് എന്നൊരു സാധനമാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇതിന് അല്പം ബേരിയങ്ങളോട് നിങ്ങൾ കറിഞ്ഞ് നോക്കുക, ഒരു വെള്ളം നിറം വരുന്ന കാണാം. ഇങ്ങനെ ഒന്നിൻ്റെ തുടർച്ചയായിട്ട് ഒരു പരീക്ഷണത്തിൽ വേസ്റ്റ് കളയാതെ മറ്റൊരു പരീക്ഷണത്തിന് റിയാക്ടൻ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ ലായനി സൂക്ഷിച്ചാൽ സൾഫേറ്റുകൾ ഉപയോഗിച്ച് നടത്തേണ്ട പ്രവർത്തനത്തൊക്കെ ഈ ലായനി ഇനി ഉപയോഗിക്കാം. ഓരോ പരീക്ഷണം കഴിഞ്ഞ് നമ്മൾ വേസ്റ്റൊക്കെ ഭൂമിയിലോട്ടല്ലേ ഒഴിക്കുന്നത്. ഈ വേസ്റ്റുകളൊക്കെ ഭൂമി മലിനമാക്കുകയല്ലേ. അപ്പോൾ ഈ വേസ്റ്റുകൾ മറ്റൊരു പരീക്ഷണത്തിന് ഉപയോഗിച്ചാൽ ഭൂമിയിലോട്ട് വീഴുന്ന വേസ്റ്റുകൾ കുറയും. അങ്ങനെ നാളെയും വേണ്ടെന്ന് നമ്മുടെ ഭൂമിയെ നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെയാവണം പരീക്ഷണ പ്രവർത്തനങ്ങൾ. ഒരു പരീക്ഷണത്തിൻ്റെ ഉപ ഉൽപ്പന്നം മറ്റൊരു പരീക്ഷണത്തിനും, അതിൻ്റെ ഉപ ഉൽപ്പന്നം മറ്റൊരു പരീക്ഷണത്തിനും, അങ്ങനെ തുടർച്ചയായിട്ട് മാറി മാറി ഉപയോഗിച്ച് ഭൂമിയിലേക്ക് മാലിന്യം ഒഴിക്കുന്നത് നമുക്ക് കുറയ്ക്കാനും സാധിക്കും. ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തി രസതന്ത്രം പഠിക്കൂ, പഠിച്ച് രസിക്കൂ, രസിച്ച് പഠിക്കൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.